ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കായിട്ടാണ്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പികൾ കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പുളിയുള്ളതാണെങ്കിൽ നമുക്കൊരു അര ഗ്ലാസോളം മതി. ഇത് പുളി കുറവുള്ളതായതുകൊണ്ട് ഒരു ഗ്ലാസ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലൊരു ക്രീമി ആവുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, തൈരിന് പുളി കൂടുതലാണെങ്കിൽ കുറച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാൻ ഒരു ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. സവാള വേണമെങ്കിൽ 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ തൈര് ചേർത്തേക്കുന്നത് കൊണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് നേരം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സോഡാപ്പൊടി ഇതിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാലാണ് ആ പുളിയും ഉപ്പും എല്ലാം നമ്മുടെ മൈദയിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് തിക്കായിട്ട് ഇരിക്കുവാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലൂസായി പോകരുത്, നമ്മൾ കയ്യിൽ എടുക്കാൻ പാകത്തിനാവണം. അപ്പോൾ തൈര് നിങ്ങൾ അര ഗ്ലാസ്സാണ് ചേർക്കുന്നുള്ളെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 ഗ്ലാസ് തൈര് ചേർത്തിട്ടുണ്ട്, അതാണ് വെള്ളം വേറെ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കയ്യിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പാകത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോഡാപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ കയ്യിലെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കൈ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് മാവ് എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ മാവ് കയ്യിൽ പിടിക്കില്ല കേട്ടോ. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കുക. എന്നാലാണ് ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു വശം മുറുകി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ അരിപ്പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. ഒരുപാട് സമയവും വേണ്ട, അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും ഒരുപാട് വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി 2 വശവും ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ ഈ സ്നാക്ക്. ഇനി നമുക്ക് അടുത്ത മാവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം 1 ഗ്ലാസ് മൈദ കൊണ്ട് നമുക്കൊരു 10-15 സ്നാക്കോളം നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് തന്നെ 1 ഗ്ലാസ് മൈദ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.